പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം എന്നത് ഓരോ റോക്കറ്റുകളും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത്. ഈ റോക്കറ്റിന്റെ നിർമ്മാണം തന്നെ എടുത്താൽ ഈ സ്വകാര്യ കമ്പനി പ്രവർത്തനം ആരംഭിച്ച് 3000 ദിവസത്തെ തയ്യാറെടുപ്പാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ISROയിലെ തന്നെ 2 ശാസ്ത്രജ്ഞർ ആണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. അവരുടെ സ്റ്റാർട്ടപ്പാണ് ഇത് ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ പരീക്ഷണം അത് വിജയിക്കുമോ എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് പോലും ഒരു പിഴവ് കണ്ടെത്തിയാൽ ഈ റോക്കറ്റ് വിക്ഷേപണം മാറ്റിവെക്കാം എന്നുള്ളതാണ്. പ്രതികൂലമാകുന്ന കാലാവസ്ഥയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂലമായ പശ്ചാത്തലമോ സൃഷ്ടിക്കപ്പെട്ടാൽ തീർച്ചയായും ഈ ദൗത്യം നിർത്തിവെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ്. അവിടെ സാങ്കേതികമായ പിഴവുണ്ടാകാം, അതല്ല എങ്കിൽ കാലാവസ്ഥ അനുകൂലമാകണമെന്നില്ല. ഇപ്പോൾ തന്നെ ഈ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇതിൻ്റെ ബൂസ്റ്റർ പാർട്ടുകൾ കടലിൽ പതിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ റോക്കറ്റ് കടന്നു പോകുന്ന സമയത്ത് അവിടെ വ്യോമയാന പാതയിലടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ കർശനമായ നിർദ്ദേശങ്ങളോടുകൂടിയും നിയന്ത്രണത്തോടു കൂടിയുമാണ് ഈ റോക്കറ്റ് പറന്നുയരേണ്ടത് എന്നതാണ്. എന്തായാലും ഇപ്പോൾ കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അത് സാങ്കേതിക പിഴവാണോ മറ്റു കാരണങ്ങളാണോ എന്നതിൽ ഒക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് സാധാരണ നിലയിൽ ഇത് പ്രോഗ്രാം ചെയ്താണ് ഈ റോക്കറ്റുകൾ വിക്ഷേപിക്കുക. ആ പ്രോഗ്രാമിൽ കൗണ്ട് ഡൗണിൻ്റെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ പിന്നീട് പിഴവുകൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ പോലും പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് റോക്കറ്റ് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ ആ റോക്കറ്റിനെ പുറത്തു നിന്നുകൊണ്ടായിരിക്കില്ല നിയന്ത്രിക്കുക. അതിൽ പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ പ്രോഗ്രാമിനനുസരിച്ചായിരിക്കും ആ റോക്കറ്റ് പുറപ്പെടുക. അതാ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യ റോക്കറ്റുകൾ വിക്ഷേപിക്കുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് കാണുവാനുള്ള അവസരമുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരം വിക്ഷേപണങ്ങൾ കാണുന്നതിന് വേണ്ടി നേരിട്ട് എത്താറുള്ളത്. അവർ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് ഈ വിക്ഷേപണത്തിന് വേണ്ടി ആ വിക്ഷേപണം നേരിട്ട് കാണുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ വിക്ഷേപണം വൈകുന്നു. കാരണം നേരത്തെ നൽകിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 11:30 അത് പുറപ്പെടേണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു ദൗത്യം വിജയിപ്പിക്കുക എന്നത് ശാസ്ത്രലോകത്തിൻ്റെ ആവശ്യകത കൂടിയാണ്. മാത്രവുമല്ല 6 പേലോഡുകൾ ആണ് ഉള്ളത്. അതിൽ തന്നെ ഈ വിക്ഷേപണം നടത്തുന്ന കമ്പനിയുടെ ഒരു പേലോഡുണ്ട്, മറ്റ് പേലോഡുകൾ കൂടിയുണ്ട്. ആ പേലോഡുകൾ കൂടി നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിക്ഷേപണം എന്തുകൊണ്ട് നിർത്തിവെച്ചു എന്നതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടത്. വിക്ഷേപണം വൈകുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ വിക്ഷേപണം ഇന്ന് തന്നെ ഉണ്ടാകുമോ അതെയോ വിക്ഷേപണം മാറ്റിവെക്കുമോ, ഇതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. നിലവിൽ വിക്ഷേപണം കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാകുന്നുവെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നേട്ടമാണ്. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ ആണ് പുറപ്പെടാൻ തയ്യാറെടുക്കുന്നത്. എന്തായാലും ദൗത്യം ഇപ്പോൾ താൽക്കാലികമായി, അതായത് 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ആണ് കൗണ്ട് ഡൗൺ നിർത്തിവെച്ചത്. മുൻകരുതൽ നടപടി എന്നതാണ് സ്കൈ റൂട്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം. മിഷൻ ആഗമൻ എന്ന് പേരിട്ടിട്ടുള്ള, അതായത് വരവ്, ഈ സ്വകാര്യ കമ്പനികളുടെ വരവ് എന്ന് സൂചിപ്പിക്കുന്ന ദൗത്യം ആണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെയാണ് ഇതൊരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഏതോ പിഴവ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. ആ പിഴവ് കണ്ടെത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ മുൻകരുതൽ നടപടി എന്ന നിലയിൽ ആണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏതാണ്ട് 6 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുന്നു. ഇങ്ങനെയൊരു ദൗത്യത്തിൻ്റെ 6 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഈ പുറപ്പെടലിലേക്ക് പോകുന്നില്ല. എന്തായാലും വിക്ഷേപണം സംബന്ധിച്ച ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഇന്ന് 11:30 വിക്രം എന്ന ഈ റോക്കറ്റ് പുറപ്പെടേണ്ടിയിരുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സ്വകാര്യ കമ്പനി നിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്ത റോക്കറ്റ് ആണ് പുറപ്പെടേണ്ടിയിരുന്നത്. ഇപ്പോൾ വിക്രം 1 റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരിക്കുന്നു. 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴായിരുന്നു ഈ കൗണ്ട് ഡൗൺ നിർത്തിവെച്ചത്. മിഷൻ ആഗമൻ ദൗത്യം ആണ് വൈകുന്നത്. ദൗത്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്.